ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു വഴുതനങ്ങ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് ഇന്നിപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് അങ്ങ് പോയാലോ. ആദ്യം തന്നെ നമുക്ക് വഴുതനങ്ങ ഇതേപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട, അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യത്തിന് മുളക് പൊടി, അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. നമ്മൾ ഈ ഒരു മസാല ഒന്ന് സോഫ്റ്റ് ആവാനായിട്ടാണ്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ആ ഒരു മസാലയൊക്കെ നമ്മുടെ ആ വഴുതനങ്ങയിൽ പിടിക്കണ വരെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാൻ ഫ്രീസറിലാണ് വെക്കുന്നത് കുറച്ച് നേരം. അതിനുശേഷം ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഫ്ലെയിം ഒരുപാട് ഹൈ ആവാതെ നോക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നു വെറുതെ പറഞ്ഞതല്ല, ഞാനിതിന് അഡിക്റ്റ് ആയതാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഒരു മറു സൈഡും കൂടി നമ്മുടെ ആയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് വരണം. കരിയാണ്ട് നോക്കണം, അതാണ് മീഡിയം ഫ്ലെയിമിൽ വെക്കണമെന്ന് പറയുന്നത്. അപ്പം ആ ഒരു സൈഡും കൂടെ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാവേ. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കത്തിരിക്ക ഫ്രൈ. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. ചോറിൻ്റെയും കഞ്ഞിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ തന്നെ വെറുതെ ആണെങ്കിലും കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ ഗ്യാരണ്ടി പറയണു, നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ.